dedication. Your performance truly captured our attention. Dance. Our little ones of LKG to dance to the rhythm of a Tamil song. Raha kiliki pipi filifi jibla kroiki unodu nomu o chao damba damba bugo kiliki Baha kiliki raha kiliki pipi filifi jibla kroiki unodu nomu o chao damba damba bugo kiliki Zabaha bazabaha muamrik sabaha baha Kimaru maru maru Kimaru maru maru Kimaru kiliki maru 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 kiliki Kimaru maru maru Kimaru maru maru Kimaru kiliki maru 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 kiliki Sasi kiliki duli kiliki pipi filiki zula tamuki fego sibo veno reno damba damba bugo kiliki Sasi kiliki duli kiliki pipi filiki zula tamuki fego sibo veno reno damba damba bugo kiliki Mesmerizing dance indeed. Your energy lit up the stage. Skit. Honesty is the first chapter in the book of wisdom. Our students want to highlight. Wait, what is this? It's a wallet. Let me see. There's money inside. A lot of money. And an ID card. It belongs to Miss Meera, the new accountant. Then we should return it. Or we could keep the money. No one saw us pick it up. Megha, that would be stealing. But think, with this money I could pay my exam fees and buy some good chocolates. I understand your problem, but wrong cannot fix hard. I learned that money can solve a problem, but honesty builds a life. Choose truth when it is painful. Choose honesty when it is costly, because character is the greatest wealth. Honesty is not about convenience. It is about courage. Honesty is the best policy. Dance. Dancing is a special talent. Here are a few boys with bubbling energy to rock this stage by their
നിന്റെ കണ്ണ് ചല ചലമേ പോട്ടെ മനത്ത് പറക്കടക്കെ വരുന്നിന്റെ കണ്ണ് ചല ചലക്കി പോട്ടെ കാക്കമ്മറിയിലെ കാക്കിൻ കൊണ്ടതോ വെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേമരേ കണ്ടം കൂട്ടടി പൂഞ്ചോലേ കണ്ണ് ചല ചലമേ പോട്ടെ മനത്ത് പറക്കടക്കെ വരുന്നിന്റെ കണ്ണ് ചല ചലക്കി പോട്ടെ ഞാൻ നോക്കിയത് എൻ്റെ പേര് ഇതിലുണ്ടോ എന്ന് ആദ്യം നോക്കി. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്തിരി എപ്പോഴും പാടായിരിക്കും. ഇന്ന് ഈ ഒരു ആനുവൽ ഡേക്ക് ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിച്ചതിന് ഇവിടുത്തെ സിസ്റ്റർ നാൻസിക്കും അതോടൊപ്പം തന്നെ മറ്റ് അധ്യാപകർക്കും നന്ദി പറയുകയാണ്. ഇന്നലെ 57ാമത്തെ റാങ്ക് മേടിച്ച് വിജയിച്ച നെയ്യാറ്റിൻകര രൂപതയിലെ ഒരു പെൺകുട്ടി, ശ്രീജ എന്ന് പറയുന്ന പെൺകുട്ടി, അവളുടെ മാതാപിതാക്കള് പത്രപ്രവർത്തകരോട് പറഞ്ഞ ഒരു സന്ദേശം ഇങ്ങനെയാണ്: ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ മകളോട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുണ്ട് എന്നുള്ള വിശ്വാസമാണ് ആ മകളെ 57ാമത്തെ റാങ്ക് മേടിക്കാനായിട്ട് സഹായിച്ചത്. അതിനുവേണ്ടി കൂട്ടുപിടിച്ചത് ദൈവത്തെയാണ്. ഇന്ന് നിങ്ങൾ ഇത്രയും പേര്, പ്രത്യേകിച്ച് മാതാപിതാക്കള് ഈ ആനുവൽ ഡേക്ക് വന്നിരിക്കുമ്പോൾ നിങ്ങൾ ഈ വിദ്യാലയത്തോട് കാണിച്ച വിശ്വസ്തതയും വിദ്യാലയം തൻ്റെ മക്കൾക്ക് നൽകുന്ന നല്ല പാഠങ്ങൾ എപ്പോഴും സമൂഹത്തിൽ നല്ലതായി മാറുമെന്നുള്ള വിശ്വാസം, ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ്, ആ ഉറപ്പാണ് നിങ്ങളുടെ കുഞ്ഞുമക്കള് ഈ സ്റ്റേജിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, ഞാൻ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഇനിയും ഒത്തിരി മക്കൾ ഇതുപോലെ സ്റ്റേജിൽ വന്ന് ഒത്തിരി പരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ആനുവൽ ഡേയിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നിറഞ്ഞ മനസ്സോടുകൂടി നേരുകയും ചെയ്യും. Thank you, Father, for those inspiring words. Dance. There are shortcuts to happiness, and dance is one of them. Let us invite our little ones to Arigal
Yes, children, it was really amazing and rhythmic. Annual report. എത്ര ഘട്ടങ്ങൾ പിന്നിട്ടാണ് നാം നട്ട് ഞാറ് ചോറായി മാറുന്നത്. ഞാറ് നട്ട് കള പറിച്ച് കാള പൂട്ടി കൊയ്തെടുത്ത് മിതി കഴിഞ്ഞ് നെൽ പുഴുങ്ങി നെല്ലുണക്കി കുത്തി അരിയെടുത്തു. ആ അരി വെന്ത് ചോറാകുന്നു. എത്ര വിസ്മയകരമായ പരിണാമ വഴികൾ. കുഞ്ഞക്കാളമണിക്കാളെ ചേർന്ന് നടക്കട കാല കുട്ടൻകാളമണിക്കാളെ വേഗം നടക്കട കാല കുഞ്ഞക്കാളമണിക്കാളെ ചേർന്ന് നടക്കട കാല കുട്ടൻകാളമണിക്കാളെ തങ്കിനം തത്തരികിട തങ്കിനം തത്തരികിട തങ്കിനം തത്തരികിടോ ചേർന്ന് നടക്കണന്റെ വെള്ള കുട്ടി കുട്ടങ്ങളെ കുട്ടി പറിക്കണന്റെ കണ്ണായോളെ നടക്കണന്റെ വെള്ള കുട്ടി കുട്ടങ്ങള് കൊത്തി പറിക്കണന്റെ കണ്ണായോളെ
സദ്യയൊരുക്കണ്ടേ ഈ നാടാകെ പൊന്നോണ ചന്തമൊരുക്കണ്ടേ മേലെ ചന്തേരാളും കൂട്ടം പലവില കൂട്ടന് കേട്ടില്ലേ ശ്രീലാലി കാക്കാന്റെ കാളെ നടകാളെ വന്നാലി കോയാന്റെ കാളെ നടകാളെ നാടാകെ കല്യാണ സദ്യയൊരുക്കണ്ടേ ഈ നാടാകെ പൊന്നോണ ചന്തമൊരുക്കണ്ടേ മേലെ ചന്തേലാളും കൂട്ടം കലവില കൂട്ടണ കേട്ടില്ലേ ശ്രീലാലി കാക്കാന്റെ കാളെ നടകാളെ കോയാന്റെ കാളെ നടകാളെ. ഇന്നത്തെ ജീവിതം നോക്കൂ. മനുഷ്യർക്ക് കൃഷി ചെയ്യാനും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനും മനസ്സില്ല. ഇന്ന് ഭക്ഷണത്തിന് വേണ്ടി സമയം കണ്ടെത്താത്തവർ നാളെ രോഗ ചികിത്സയ്ക്കായി സമയം കണ്ടെത്തേണ്ടി വരും. പച്ചക്കറികളും മരുന്നാക്കാം. അല്ലെങ്കിൽ ഭാവിയിൽ മരുന്നുകൾ ഭക്ഷണമാക്കേണ്ടി വരും. നല്ലൊരു ലോകം പുലർന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു. നല്ലതു മാത്രം കൂട്ടിനു കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. നല്ലൊരു ലോകം പുലർന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു. നല്ലതു മാത്രം കൂട്ടിനു കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. വീടിനു നല്ലവരാ
to deliver. മനോഹരമായ പ്രകടനം. ഞാനിവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു വർഷമായി. ഈ ഒരു വർഷത്തിനുള്ളിലെ 4 മെയിൻ പരിപാടികളാണ് ഈ ക്ലൂണി സ്കൂളിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഓരോ തവണയും ഈ പരിപാടികൾ കാണുമ്പോൾ കഴിഞ്ഞ പരിപാടിയേക്കാളും കുറേയും കൂടി മെച്ചപ്പെട്ട മനോഹരമായ പരിപാടികളാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുക. കഴിഞ്ഞ വർഷത്തെ ആനുവൽ ഡേ നമ്മുടെ ആ ചെറിയ ഹോളിലായിരുന്നു. ഇന്നത്തെ ആനുവൽ ഡേ ഇവിടെ പുറത്ത് മനോഹരമായ വലിയ സ്റ്റേജിൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ സിറ്റിയിലൊക്കെയുള്ള വലിയ സ്കൂളുകളെ കടപിടിക്കാൻ തക്ക അതേ ഗുണനിലവാരമുള്ള നല്ല പരിപാടികളും നല്ല കുട്ടികളെയുമാണ് നമുക്ക് ഈ സ്കൂളിലും കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ക്ലൂണി സിസ്റ്റേഴ്സ്, ബഹുമാനിയായ സിസ്റ്റർ നാൻസി, അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ അധ്യാപകരും ഒത്തിരിയേറെ അഭിനന്ദനം അർഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഇവിടെ പരിപാടികൾ അവതരിപ്പിച്ച കുട്ടികൾ അവർ നമ്മൾ ആൽഫ തലമുറ എന്നാണ് വിളിക്കുക, ജെൻ ആൽഫ, അതായത് 2010 ശേഷം ജനിച്ച കുട്ടികൾ. അപ്പോൾ അവരുടെ ചിന്തകൾ, അവരുടെ കളികൾ, അവരേർപ്പെടുന്ന പരിപാടികളൊക്കെ നമ്മളിൽ നിന്നും ഒത്തിരിയേറെ വ്യത്യസ്തമാണ്. അവരിന്ന് ജീവിക്കാൻ പോകുന്നത് നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടത്തിലാണ്, AI. നമുക്കറിയാം, നിർമ്മിത ബുദ്ധി നമ്മൾക്കൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമത്തിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ ഈ ലോകത്തിൽ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ കുട്ടികൾ അതിനുവേണ്ടി ഒരുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ നിർമ്മിത ബുദ്ധിക്ക് സാധ്യതകളുള്ള പോലെ തന്നെ അതിനൊരു നെഗറ്റീവ് വശം കൂടിയുണ്ട്. തെറ്റായ കാര്യങ്ങൾ ഈ നിർമ്മിത ബുദ്ധി കൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങൾ അനുഭവിച്ചു വരുന്നു. വെർച്വൽ അറസ്റ്റ്, അതുപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള വീഡിയോകൾ ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ജനറേഷനിലേക്ക് വരുന്ന കുട്ടികൾ നല്ലതേത് ചീത്ത ഏത് തിരിച്ചറിയാനുള്ള ഒരു വ്യക്തിത്വ വികാസം അവർക്കുണ്ടാകണം, മൂല്യബോധം അവർക്കുണ്ടാകണം. നമ്മൾ ഇന്നത്തെ പരിപാടികൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, വെറുതെ കുറെ ഡാൻസും പാട്ടുകളും മാത്രമായിരുന്നില്ല കുട്ടികൾ അവതരിപ്പിച്ചത്. പ്രകൃതിയോടുള്ള സ്നേഹം, നല്ല ആരോഗ്യം സംരക്ഷിക്കാനുള്ള, നല്ല ഭക്ഷണം കഴിക്കുക, അതുപോലെ സത്യസന്ധമായിട്ട് പെരുമാറുക. അപ്പൊ ഇത്തരത്തിലുള്ള മാനുഷിക മൂല്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾ ഭാവിയിൽ നല്ല കുട്ടികളായിട്ട് വളരുവാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. അതിനുള്ള ഒരു പശ്ചാത്തലം, ഒരു അന്തരീക്ഷം ഈ സ്കൂളിലുണ്ടെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, തൊട്ടപ്പുറത്ത് പുതിയ സ്കൂൾ കെട്ടിടം പൊങ്ങി വരികയാണ്. നമുക്കറിയാം, ഒത്തിരിയേറെ പണം മുടക്കി ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടാണ് ഈ സിസ്റ്റേഴ്സ് ഇവിടെ നമ്മുടെ നാടിന് വേണ്ടി, ഈ നാടിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവർ ചെയ്യുന്നത്. നമ്മുടെ ഈ നാട്ടിലെ കുട്ടികൾ വളരണം, അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രമാണ് അവർ ഇത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്ലൂണി സഭ ഒത്തിരിയേറെ നന്ദി അർഹിക്കുന്നു. നല്ല ഇത്തരത്തിലുള്ള ഒരു സ്കൂൾ നമ്മുടെ ഈ നാട്ടിൽ തുടങ്ങുവാനായിട്ട് അവർ കാണിച്ച ഈ മനസ്സിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. അതുപോലെ തന്നെ ഈ സഭയുടെ അധികാരികളോട് നന്ദി പറയാം. നമ്മൾ ഇവിടുന്ന് ആയിരിക്കുമ്പോൾ ഈ കുട്ടികളുടെ ഇത്രമാത്രം മനോഹരമായ പരിപാടികൾ, ഞാനിവിടെ വിചാരിച്ചു MLA വരാൻ നേരം വൈകി. അപ്പോൾ ഈ പരിപാടി ലിസ്റ്റൊക്കെ കണ്ടപ്പോൾ ഒരു 10-10 വരെയൊക്കെ പോകുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ വളരെ മനോഹരമായിട്ട് ഈ ടൈമൊക്കെ മാനേജ് ചെയ്ത് ഒരു 9 ആയപ്പോഴേക്കും പരിപാടികൾ തീരാറായി. അപ്പോൾ ടൈം മാനേജ്മെന്റ്, അപ്പൊ ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ ഒരു വിദ്യാലയത്തിൽ നമ്മളായിരിക്കുക, നിങ്ങളുടെ കുട്ടികളായിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിംഗ് ആണ്. ഈ സ്കൂളിന്റെ മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനത്തിലും നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും വേണം. മാതാപിതാക്കളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്കൂളിനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ കുട്ടികളെ ഒരു സ്കൂളിൽ വിട്ടതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാകുന്നില്ല. അവരുടെ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങളത് പഠിപ്പിക്കണം. അവർ സമൂഹത്തിലെ നല്ല മക്കളായിട്ട് മാറണമെങ്കിൽ നിങ്ങളുടെ സഹകരണം കൂടെ വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നടന്ന എല്ലാ പരിപാടികളും അതിൻ്റെ ചുക്കാൻ പിടിച്ച സിസ്റ്റർ നാൻസിക്കും എല്ലാ അധ്യാപകർക്കും എൻ്റെയും കൂടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ വലിയൊരു നന്ദി, നല്ലൊരു കയ്യടി കൊടുക്കാം. ഇവിടുത്തെ ഭാവി പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. Deliver the vote of thanks. Let me call upon Johan and Alandria. Honorable Chief Guest, Guest of Honor, respected Principal, teachers, parents, and my dear friends, all good things come to an end. First and foremost, with a great honor, I take this opportunity to thank our Chief Guest for gracing this occasion. Despite your hectic schedule, your presence made us feel great and honored. Thank you, sir. Gratitude is a duty which ought to be paid. I would like to express a heartfelt gratitude to our special invitees for being with us and sharing your inspiring words. Your support and encouragement mean a great deal to us. Thank you.
Principal Sister Nancy, for your unwavering leadership and dedication to our school. Your vision and guidance have been instrumental in making this event a grand success. Thank you so much for your encouragement, which has given us an impetus to put our best foot forward. Thank you, sister. Put on gratitude like a cloak. I extend my sincere thanks to our sisters and teachers for their tireless efforts in organizing this event. Your hard work and commitment to excellence are truly commendable. Thank you. To our talented students, you are the stars of today's event. Your performance were outstanding and you showcased your talents, creativity and hard work. We are incredibly proud of each and every one of you. Thank you. Gratitude makes everything grow. A big thank you to our dear parents for your continued support and encouragement. Your involvement and enthusiasm play a vital role in the success of our school events. Thank you, parents. Finally, to the support staff, volunteers and friends, your efforts behind the scenes have ensured the smooth running of today's program. A special thanks to our Shainangal for all the beautiful decorations and arrangements which have given a festive look to our ground. We deeply appreciate your hard work and dedication. Thank you. In conclusion, I thank all of you once again for your valuable presence and participation. Your presence has touched us because it conveys your concern for us. You have made this annual celebration a memorable and successful one. Thank you. Thank you, one and thank you. You pick me up. And when my heart is feeling empty out, you fill my cup. I just wanna say thank you for the way you love me. I wanna say thank you for the way you love me. I just wanna say thank you for the way you love me. I wanna say thank you, just wanna say thank you. I owe you thank you. I owe you thank you. Here we go, verse 2. I'm grateful for the way you've been a friend to me. And even in the deepest, darkest night, you help me see. I just wanna say thank you for the way you love me. I wanna say thank you for the way you love me. I just wanna say thank you for the way you love me. I wanna say thank you, just wanna say thank you.
शुभाशिष माहे गाहे तब जय गाथा